മുസ്ലിമീങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാണ്. നാളെ മുതൽ അസ്സലാമു അലൈക്കും എന്നത് നമുക്ക് നിർത്തിവെക്കാം. സലാം പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി, ഊരാക്കുടുക്കിൽ പെട്ടുപോയി. മുസ്ലിമീങ്ങളൊക്കെ ആകെ പെട്ടുപോയി. എന്താ കാരണം? കാരണം ഒന്ന് കേട്ടു പറയുമ്പോ എന്താണ് ആ വാക്കുകളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നാട്ടെ. ഞാൻ പറഞ്ഞല്ലോ എന്താണ് അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ഇതിലെവിടെ അള്ളാഹു എവിടെ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അള്ളാഹു എവിടെ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതന്നെയാണ്. എവിടെയാണ്? എന്താണ് അസ്സലാം എന്ന് പറയുമ്പോ? സലാം, ആ സലാമിന്റെ അർത്ഥം പറയൂ. സലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പറയും. നിങ്ങളല്ല എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേ, പറഞ്ഞു തരൂ, എനിക്ക് പഠിപ്പിച്ചു തരൂ. പോയിന്റ് വലിയൊരു ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാറിപ്പറന്ന് കളിക്കാണ്, മുഴങ്ങി കേൾക്കുകയാണ്. അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണേ. അതുകൊണ്ട് നാളെ മുതൽ ഇപ്പോൾ സലാം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ കോയാക്ക, എന്തെങ്കിലും ജഹല് മുറക്കബ് എന്ന് പറയും സാധാരണഗതിയിലെ. അതായത് ഒരറിവും ഇല്ല എന്ന അറിവും ഇല്ല, അയാളെക്കുറിച്ചാണ് ജഹല് മുറക്കബ് എന്ന് പറയാം. ഇതങ്ങനെയും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയല്ലോ. അസ്സലാമു അലൈക്കും എന്നാണ് ലോക മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടാൽ പറയുന്ന വാചിക്കുന്നത്. കോയന്റെ ഒരു വലിയ ചോദ്യമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് അല്ലേ? അതിലെവിടെയാണ് അള്ളാഹ് എന്ന വാചകം? എൻ്റെ കോയ, അറബി പഠിക്കണം, അറബി ഗ്രാമർ പഠിക്കണം. ഇതിങ്ങനെ ഈ അള്ളാനെയും അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതുപോലെ ലോക മുസ്ലിമീങ്ങളെയും അവർ പറയുന്ന കാര്യങ്ങൾ പഠിക്കാതെ അവരെ കുതിര കയറാനും അവരെ മോശമായി ചിത്രീകരിക്കാനും നടന്നാൽ ഇതൊന്നും മനസ്സിലാവില്ല. ജഹല് മുറക്കമായിട്ട് പോണ്ടി വരും. അസ്സലാം എന്ന് പറഞ്ഞാൽ അലിഫ്ലാം കൂടിയിട്ട് സലാമിൽ അലിഫ്ലാം കൂടി വന്നാൽ അതിൻ്റെ അർത്ഥം സലാമുള്ള എന്നാണ്. ആ അലിഫ്ലാം അള്ളാഹ് എന്നതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അസ്സലാം എന്ന് പറഞ്ഞാൽ വെറും സലാം എന്ന് പറയുന്നത് പോലെയല്ല. അലിഫ്ലാം കൂടിയിട്ട് അസ്സലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ അലൈക്കും, നിങ്ങളുടെ മേലിൽ പടച്ചവന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഇത് കേട്ട് കഴിഞ്ഞാൽ ആർക്കാണ് മനസ്സിന് സമാധാനം ലഭിക്കാതിരിക്കുക? ആർക്കാണ് സന്തോഷമുണ്ടാകാതിരിക്കുക? കോയനെ പോലത്തെ ആളുകൾക്ക് കിട്ടൂല, കാരണം ജഹല് മുറക്കമല്ലേ. അല്ലാത്ത മനസ്സാക്ഷിയുള്ള എല്ലാവർക്കും അത് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഐക്യവും ഉണ്ടാകണമെങ്കിൽ അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക? മുസ്ലിമീങ്ങൾ പരസ്പരം സലാം ചൊല്ലുക. പരസ്പരം സലാമിനെ വ്യാപിപ്പിച്ചാൽ നിങ്ങൾക്കിടയിൽ ഭദ്രതയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം മുസ്ലിമീങ്ങൾ പറഞ്ഞ് അവർ സമാധാനത്തിൽ സായുജ്യമടയുമ്പോൾ കോയ സമാധാനമില്ലാതെ തപ്പിത്തടഞ്ഞ് നടക്കട്ടെ.